Hello everyone, welcome to another short segment on topic introduction. ബിസിനസ് മാനേജ്മെൻറ്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ് IPMAT JIPMAT എക്സാമിനേഷൻസ്. ഇന്ത്യയിലെ തന്നെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള IIMൽ പഠിക്കുവാൻ ആഗ്രഹമുള്ളവരാണ് ഈ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്നത്. ഏതൊരു എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേയും നിങ്ങൾ അതിൻ്റെ സിലബസിൻ്റെ വ്യക്തമായ ധാരണ ഉണ്ടാക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിലും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീഡിംഗ് കോംപ്രിഹെൻഷൻ ആൻഡ് വെർബൽ എബിലിറ്റി എന്ന് പറയുന്ന സെക്ഷനിലെ ഓരോ ടോപ്പിക്സിൻ്റെ ഒരു ഷോർട്ട് ഇൻട്രൊഡക്ഷനാണ് ഈ സെഷനിൽ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്ന് പറയുന്ന സെക്ഷനാണ്. എന്താണ് ഇഡിയംസ് എന്ന് പറയുന്നത്? നിങ്ങൾ കുഞ്ഞിലെ മുതൽ കേട്ടിട്ടുണ്ടാവും ഇഡിയംസൊക്കെ. അപ്പോൾ ഇഡിയംസൊക്കെ എങ്ങനെയാണ് ഈ ഒരു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ആൾക്കാർ ഉറ്റുനോക്കുന്ന ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിൽ വരുന്നത് ഏത് രീതിയിലായിരിക്കും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് വലിയ ആകാംക്ഷ ഉണ്ടാവും അല്ലേ? സോ ആദ്യം നമ്മൾ ഇഡിയംസ് എന്താണെന്ന് നോക്കാം. ഇഡിയംസ് is an expression or phrase or collection of words, often informal, that has a meaning of its own which is not apparent from the meanings of its individual words. അപ്പോൾ ഇഡിയം എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്പ്രഷനോ ഒരു ഫ്രേസോ ഒരു കളക്ഷൻ ഓഫ് വേർഡ്സോ ആവാം. ഇത് ഓഫൺ ഇൻഫോർമൽ ആണ്. ഒഫീഷ്യൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെർമിനോളജീസ് അല്ല, ഇൻഫോർമൽ യൂസേജ് വരുന്നതാണ്. ആൻഡ് അതിന് അതിൻ്റേതായിട്ടുള്ളൊരു മീനിങ് ഉണ്ട്. അല്ലാതെ അത് ചേർത്ത് വെച്ചിരിക്കുന്ന വേർഡ്സിൻ്റെ ലിറ്ററൽ മീനിങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഡിയംസിൻ്റെ മീനിങ് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പ്രഷനോ ഫ്രേസോ കളക്ഷൻ ഓഫ് വേർഡ്സിനെയോ ആണ് നമ്മൾ ഇഡിയംസ് എന്ന് പറയുന്നത്. സോ ഈ ഇഡിയംസ് ബേസ് ചെയ്തിട്ട് സാധാരണയായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇഡിയംസിൻ്റെ മീനിങ് ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ഇഡിയംസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലാസ്സുകളും കേൾക്കേണ്ടി വരും. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ സ്കൂൾ ടു IIM കോഴ്സ് ജോയിൻ ചെയ്യാം. നമുക്ക് കുറച്ച് ഇഡിയംസിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. അബൈഡ് ബൈ ഒരു ഇഡിയമാണ്, വിച്ച് മീൻസ് അധെയർ ടു ഓർ അഗ്രി ടു. ദെൻ അബവ് ബോർഡ് ഒരു ഇഡിയമാണ്, വിച്ച് മീൻസ് ഓണസ്റ്റ്, ഫെയർ അല്ലെങ്കിൽ ഫ്രാങ്ക്. ബെഡ് ഓഫ് റോസസ് ഒരു ഇഡിയമാണ്, ദാറ്റ് മീൻസ് ഫുൾ ഓഫ് ജോയ്സ് ആൻഡ് പ്ലഷേഴ്സ്. ഗെറ്റ് ദ സാക്ക് ഒരു ഇഡിയമാണ്, വിച്ച് മീൻസ് ടു ബി ഡിസ്മിസ്ഡ്. സോ ഇതാണ് കുറച്ച് ഇഡിയമാറ്റിക് ടേംസിൻ്റെ എക്സാമ്പിൾ. ഇതുപോലെ ഒത്തിരിയും ലിസ്റ്റ് ഓഫ് വേർഡ്സ് ഉണ്ട്. സോ ഇത് മെയിൻലി നമ്മുടെ ഒരു വൊക്കാബുലറി ബേസിൽ വരുന്ന ഒരു ഏരിയ ആണ്. കാരണം എത്രത്തോളം ഇഡിയംസ് നിങ്ങൾക്ക് അറിയാം എന്നുള്ള കാര്യങ്ങളും അവർ അസസ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് എത്രത്തോളം വൈവിധ്യമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇതിലൂടെ അവർ അസസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇനി നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫ്രേസസ് ആണ്. എന്താണ് ഫ്രേസസ്? Phrases are a small group of words standing together as a conceptual unit, typically forming a component of a clause. Phrases എന്ന് പറയുന്നത് ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്, ഒരുമിച്ച് നിൽക്കുന്ന സ്മോൾ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. അതൊരു കോൺസെപ്ച്വൽ യൂണിറ്റ് ഫോം ചെയ്യുന്നു ആൻഡ് ക്ലോസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പണൻ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, ദെൻ ഫ്രേസസും ഇതുപോലെ തന്നെ ചിലപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സോ അല്ലെങ്കിൽ വേറെ രീതികളിലോ ഒക്കെ ചോദിക്കുന്നുണ്ടാവും. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇനി ഫ്രേസൽ വേർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒത്തിരിയും വേർബ്സ് ഉണ്ട്. ആ വേർബ്സ് വെൻ കമ്പൈൻഡ് വിത്ത് പ്രിപ്പൊസിഷൻസ് ഓർ അഡ്വേർബ്സ് ഒരു ഇഡിയോമാറ്റിക് സെൻസ് അക്വയർ ചെയ്യാറുണ്ട്. സോ ചില വേർബ്സ് അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ വേർബ്സ് പ്രിപ്പൊസിഷൻസും ആഡ്വേർബ്സുമായിട്ട് ചേരുമ്പോൾ ഒരു ഇഡിയോമാറ്റിക് സെൻസ് ഉണ്ടാവുന്നു. സോ ദേ ആക്ട് ആസ് ആൻ ഇഡിയം. അതിനെയാണ് നമ്മൾ ഫ്രേസൽ വേർബ്സ് എന്ന് പറയുന്നത്. ഇതും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. എക്സാമ്പിൾസ് നോക്കാം. ഫ്രേസൽ വെർബ് ആക്ച്വലി നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ടേംസ് ആണ്, പക്ഷേ വി ഡു നോട്ട് നെസസറിലി ഐഡൻറ്റിഫൈ ദം ആസ് ഫ്രേസൽ വെർബ് എന്നുള്ളതാണ്. എക്സാമ്പിൾ നോക്കിയേ, ഷീ ബാക്ക്ഡ് അപ്പ് ഹെർ ബോയ് ഫ്രണ്ട്സ് ക്ലെയിം. ബാക്ക്ഡ് അപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? സപ്പോർട്ടഡ്. Okay, so they have an inherent meaning. Then the current disturbances will soon blow over. ബ്ലോ ഓവർ ആണ് ഇവിടെ ഫ്രേസൽ വേർബ്. പാസ് ഓഫ് എന്നാണ് അതിൻ്റെ അർത്ഥം. അഗെയിൻ അനദർ ഫ്രേസൽ വേർബാണ് പാസ് ഓഫ്. ദെൻ ദ മാറ്റർ ഹാസ് ബീൻ ക്ലിയർഡ് അപ്പ്. ക്ലിയർഡ് അപ്പ് ആണ് ഇവിടുത്തെ ഫ്രേസൽ വേർബ്, വിച്ച് മീൻസ് എക്സ്പ്ലെയിൻഡ്. ഐ റെഡിലി ക്ലോസ്ഡ് വിത്ത് എസ് ഓഫർ. ക്ലോസ്ഡ് വിത്ത് ആണ് ഇവിടുത്തെ ഫ്രേസൽ വേർബ്, വിച്ച് മീൻസ് ആക്സെപ്റ്റഡ്. സോ ഇതാണ് കുറച്ച് എക്സാമ്പിൾസ് ഓഫ് ഫ്രേസൽ വേർബ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രേസൽ വേർബ്സും ഇഡിയംസും എന്താണ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ വെർബൽ എബിലിറ്റി സെക്ഷനിലെ ടോപ്പിക്സ് ആണ്.
ക്വസ്റ്റ്യൻസ് വരാനും വരാതിരിക്കാനും ഒരുപോലെ ചാൻസ് ഉള്ള ടോപ്പിക്കാണ്. സോ ഓരോ വർഷം അതിൻ്റെ തോതും അതിൻ്റെ ഫ്രീക്വൻസിയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്കിത് ഒഴിച്ചുകൂടാൻ പറ്റത്തില്ല. കാരണം ഇത് ഓൾമോസ്റ്റ് എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിനും നമ്മൾ റെഗുലറായിട്ട് കാണുന്ന 2 ടോപ്പിക്സാണ്. ഈ ഒരു ടോപ്പിക്കിനെ നമ്മളെങ്ങനെ അപ്രോച്ച് ചെയ്യും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമല്ലോ. നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഓരോ ടോപ്പിക്സിനും ഡീറ്റെയിൽ ആയിട്ട് കോൺസെപ്റ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ സ്ട്രാറ്റജീസും ടിപ്സും എങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ക്ലാസ്സസ് നമ്മൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. സോ ആ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുന്നത്, പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ഒരുമിച്ചിരുന്ന് സോൾവ് ചെയ്യുന്ന തരത്തിലുള്ള പ്രോബ്ലം സോൾവിങ് ക്ലാസ്സസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ എത്രത്തോളം അല്ലെങ്കിൽ എന്തോരം തോതിലാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം മുന്നേയുള്ള എക്സാമിനേഷൻസിൽ ചോദിച്ചിട്ടുണ്ടാവുക എന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവാൻ വേണ്ടിയിട്ടും ആ ക്വസ്റ്റ്യൻസിനുമായിട്ടുള്ള ഫെമിലിയാരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും ആയിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻസ് വെക്കുന്നുണ്ട്. അപ്പോൾ അതും ഉണ്ടാവാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് സെൽഫ് ലേണിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടാക്കിയെടുക്കാനും നിങ്ങൾക്ക് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് എന്ത് തരുന്നുണ്ട്, വാല്യൂ ആഡഡ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ഒരു അസസ്മെൻ്റ് എന്നുള്ള നിലയ്ക്കും നിങ്ങൾക്ക് പ്രാക്ടീസ് എക്സസൈസ് എന്നുള്ള നിലയ്ക്കും ഞങ്ങൾ ടോപ്പിക് ടെസ്റ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ IIMലേക്ക് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ നല്ല ഉയർന്ന സ്കോറോടുകൂടി JIPMAT IPMAT പോലുള്ള എക്സാംസ് ക്രാക്ക് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ തന്നെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള IIMൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഒട്ടും തന്നെ വൈകാതെ സ്കൂൾ ടു IIM കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. +2 കഴിഞ്ഞിരിക്കുന്നതോ അല്ലെങ്കിൽ +2ൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ കോഴ്സിൽ അല്ലെങ്കിൽ ഈ എക്സാം എഴുതാൻ സാധിക്കുന്നത്. സോ അവരാണ് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ടത്. കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ഒട്ടും വൈകാതെ തന്നെ സ്കൂൾ ടു IIMലേക്ക് ജോയിൻ ചെയ്യാം. ഇനി ഒരു ടോപ്പിക്കിൻ്റെ ഡിസ്ക്രിപ്ഷനുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു.